ഉക്രൈനെതിരെ ഇറാൻ അതിശക്തമായ നടപടി സ്വീകരിച്ചതോടുകൂടെ തിരിച്ചടിക്ക് വേണ്ടി തയ്യാറായതോടുകൂടെ ഉക്രൈൻ ഇപ്പോൾ ഇറാന്റെ കാല് പിടിച്ചിരിക്കുകയാണ്. ഉക്രൈന്റെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്റ്റിക്ക് ഫോൺ വിളിച്ചുകൊണ്ടാണ് ഇറാന്റെ കപ്പലിന് നേരെ കാസ്പിയൻ കടലിൽ ഞങ്ങൾ നടത്തിയ ആക്രമണം തെറ്റായി പോയെന്നും അതിനുള്ള നഷ്ടപരിഹാരം നൽകാമെന്നും ഇറാനുമായി ഒരു യുദ്ധത്തിന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നും വിളിച്ചറിയിച്ചത്. എന്തായാലും റഷ്യയോട് ആക്രമണം നടത്തുന്ന രീതിയിലായിരിക്കുകയില്ല ഇറാന്റെ ആക്രമണങ്ങൾ എന്നാണ് സെലൻസ്കി അല്ലെങ്കിൽ ഉക്രൈൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ റഷ്യയുമായി പിരിമുറുക്കമുള്ള ഈ ഒരു ഘട്ടത്തിൽ ഇറാന്റെ ആക്രമണങ്ങൾ കൂടെ സഹിക്കാനാവുകയില്ല എന്ന കാരണത്താലാണോ എന്ന് വ്യക്തമല്ല. എന്തായാലും ഇറാനുമായിട്ടുള്ള ഒരു പ്രശ്നത്തിന് ഉക്രൈൻ ഇപ്പോൾ തയ്യാറല്ല എന്ന കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കാസ്പിയൻ കടലിൽ റഷ്യയിൽ നിന്നും ഇറാനിലേക്ക് വരുന്ന ചരക്ക് കപ്പലിന് നേരെയാണ് ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തിന് ഉക്രൈൻ പറയുന്ന കാരണം അത് റഷ്യയിൽ നിന്നും ഇറാനിലേക്ക് ആയുധങ്ങൾ കടത്തുകയായിരുന്നു എന്നാണ്. എന്നാൽ റഷ്യയിൽ നിന്നും ഇറാനിലേക്ക് ആയുധം കടത്തുന്നത് എന്തിനാണ് ഉക്രൈൻ ആക്രമിക്കുന്നത്? തിരിച്ച് ഇറാനിൽ നിന്ന് റഷ്യയിലേക്കാണ് ആയുധങ്ങൾ കടത്തുന്നത് എങ്കിൽ അത് ആക്രമിക്കുന്നതിന് എന്തെങ്കിലും ഒരു ന്യായം പറയാൻ സാധിക്കുമായിരുന്നു. റഷ്യ തങ്ങൾക്കെതിരെ ആക്രമണം നടത്തുന്നു, അതിൽ സഹായം ചെയ്തു കൊടുക്കുന്നു എന്ന രീതിയിലെങ്കിലും പറയാൻ കഴിയും. അതേസമയം റഷ്യയിൽ നിന്ന് ഇറാനിലേക്ക് വരുന്ന ആയുധങ്ങളെ എന്തിനാണ് ഉക്രൈൻ ആക്രമിക്കുന്നത്? എന്നാൽ ഇത് വ്യക്തമായും ഇസ്രയേലിന്റെ നിർദ്ദേശപ്രകാരമാണ് ഉക്രൈൻ ഇങ്ങനെയുള്ള ഒരു നീക്കം നടത്തിയത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഉക്രൈൻ ഇറാനുമായി അത്തരത്തിലുള്ള ഒരു ആക്രമണ നീക്കങ്ങൾക്ക് തയ്യാറല്ല. ഇനി ഇറാന്റെ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് ഇതിലൂടെ ഉക്രൈൻ നൽകിയിരിക്കുന്നത്.